ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 13. അനിരുദ്ധൻ യാഗരക്ഷയ്ക്കു വേണ്ടി അശ്വരക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ് ഈ ഒരു അധ്യായത്തിൽ. അനിരുദ്ധൻ അന്തഃപുരത്തിൽ ചെന്ന് ദേവകി മാതാവ്, രോഹിണി മാതാവ്, ശ്രീകൃഷ്ണ പത്നിമാർ, മാതാവായ രതീദേവി എന്നിവരുടെ അനുഗ്രഹം വാങ്ങി. പിന്നീട് അദ്ദേഹം പത്നിമാരോടും വിട വാങ്ങി രാജസഭയിൽ തിരിച്ചെത്തി. അനന്തരം അനിരുദ്ധൻ ഉഗ്രസേനനും വസുദേവർക്കും ബലദേവ കൃഷ്ണന്മാർ, പ്രദ്യുമ്നൻ എന്നിവർക്കും ഗുരുജനങ്ങൾക്കും പ്രണാമം അർപ്പിച്ച് കവചവും ആയുധങ്ങളുമായി ഇന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട ദിവ്യരഥത്തിൽ കയറി യാത്ര തിരിച്ചു. ശ്രീകൃഷ്ണൻ അനിരുദ്ധനെ സഹായിക്കുവാനായി ഉദ്ധവർ തുടങ്ങിയ മന്ത്രിമാരെയും ഭോജൻ തുടങ്ങിയ യോദ്ധാക്കളെയും അയച്ചു. മാതാവായ ജാംബവതിയെ പ്രണമിച്ച് സാംബനും അനിരുദ്ധനെ സഹായിക്കുവാൻ ഇറങ്ങി. മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ പുത്രന്മാരും അനിരുദ്ധൻ്റെ രക്ഷയ്ക്കായി അനുഗമിച്ചു. അനേകം ഗജവീരന്മാരും ഉത്തമന്മാരായ അശ്വങ്ങളും ദ്വാരകാപുരിയിലെ മുഴുവൻ സൈന്യവും അനിരുദ്ധനെ അനുഗമിക്കുന്നത് കണ്ട് ദേവന്മാരും അസുരന്മാരും വിസ്മയിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പ് പ്രദ്യുമ്നനു നൽകിയ ഉപദേശങ്ങൾ തന്നെ അനിരുദ്ധനും നൽകി. അനിരുദ്ധൻ്റെ രഥം സ്വപുരി വിട്ട് പുറത്തേക്കിറങ്ങി അശ്വത്തെ പിന്തുടർന്നു. അത് ദേശാന്തരങ്ങളിൽ യാത്ര ചെയ്തു. ശ്രീകൃഷ്ണനെ ഭയന്ന് ആരും തന്നെ അതിനെ പിടിച്ചുകെട്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അത് സഞ്ചരിച്ചുകൊണ്ട് നർമ്മദാ തീരത്തുള്ള മഹിഷ്മതീപുരിയിലെത്തി. അവിടുത്തെ രാജാവായ ഇന്ദ്രനീലൻ്റെ പുത്രനായ നീലധ്വജൻ വീരന്മാരോടൊത്ത് നായാട്ടിനായി പുരിയുടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അദ്ദേഹം ഉഗ്രസേനൻ്റെ യാഗാശ്വത്തെ കണ്ട് അതിൻ്റെ നെറ്റിയിലെ ലിഖിതം വായിച്ചിട്ട് ക്രോധത്തോടുകൂടി ധനുർധരനായി അനിരുദ്ധൻ മാത്രമാണ് ഉള്ളതെന്ന് കൽപ്പിച്ചുകൊണ്ട് കുതിരയെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നു. ശിവഭക്തനായ അദ്ദേഹം അനിരുദ്ധനെ കീഴടങ്ങാൻ ഒരുങ്ങാതെ തന്നെ യുദ്ധത്തിന് സഹായിക്കാൻ മഹാദേവൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുതിരയെ പിടിച്ചു കെട്ടുകയാണ് ചെയ്തത്. കുതിരയെ അന്വേഷിച്ച് കാണാതെ എല്ലാവരും അനിരുദ്ധനോട് വിവരം പറഞ്ഞു. അപ്പോൾ അത് ഇന്ദ്രനീല രാജാവിൻ്റെ നഗരമാണെന്നും അദ്ദേഹം വലിയ ശിവഭക്തനാണെന്നും തന്നെ യുദ്ധത്തിൽ ഭഗവാൻ രക്ഷിക്കുമെന്ന വിശ്വാസത്താൽ അദ്ദേഹം കുതിരയെ പിടിച്ചു കെട്ടിയിരിക്കുകയാണെന്നും യുദ്ധം ചെയ്യാതെ അതിനെ മോചിപ്പിക്കാൻ കഴിയില്ലെന്നും ഉദ്ധവൻ പറഞ്ഞു. എന്നാൽ തനിക്ക് ശ്രീകൃഷ്ണൻ്റെ കൃപ കൂടിയ സഹായം ഉള്ളതിനാൽ താൻ പരാജിതനാകുകയില്ല എന്ന് പറഞ്ഞ് അനിരുദ്ധൻ ഇന്ദ്രനീലനോട് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇന്ദ്രനീലൻ്റെ പുത്രനായ നീലധ്വജനാണ് യുദ്ധസന്നാഹത്തോടെ പുറത്തേക്കിറങ്ങിയത്. അവനോട് എതിർക്കുവാനായി അനിരുദ്ധൻ അമ്പും വില്ലുമായി പടക്കളത്തിലിറങ്ങി ശത്രുക്കളുടെ മേൽ ബാണങ്ങൾ പ്രയോഗിച്ചു. അവർ യാദവരോട് തോറ്റ് ഓടാൻ തുടങ്ങി. നീലധ്വജൻ സൈന്യത്തെ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു. അനിരുദ്ധനെ സഹായിക്കാൻ സാംബനും എത്തി. നീലധ്വജൻ മുന്നേറിക്കൊണ്ട് സാംബൻ്റെ രഥം തകർത്ത് സാരഥിയെ വധിച്ച് സേനയെ മുറിവേൽപ്പിച്ചു. ഈ അവസരത്തിൽ ഇന്ദ്രനീലൻ തന്നെ യുദ്ധത്തിനിറങ്ങി. എന്നാൽ അദ്ദേഹം മധു, യുയുധാനൻ എന്നിവരോട് പരാജയപ്പെട്ട് രാജധാനിയിൽ തിരിച്ചു ചെന്ന് ശിവനെ ധ്യാനിച്ച് പ്രത്യക്ഷനാക്കി തൻ്റെ പരാജയം അറിയിച്ചു. ഭഗവാൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ച ശേഷം ശ്രീകൃഷ്ണപുത്രന്മാരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ലെന്നും അതിനാൽ കുതിരയെ കെട്ടഴിച്ചു വിടുകയാണ് വേണ്ടതെന്നും ഉപദേശിച്ചു. ഇന്ദ്രനീലൻ ഭഗവാന്റെ ഉപദേശത്തെ മാനിച്ച് യജ്ഞാശ്വത്തെ മോചിപ്പിച്ച് ധാരാളം ആനകളെയും കുതിരകളെയും സ്വർണവും അനിരുദ്ധന് കാഴ്ചവെച്ച് നമസ്കരിച്ചു. അദ്ദേഹം നീലധ്വജനെ ഭാരമേൽപ്പിച്ച് സ്വയം യാദവ സൈന്യത്തോടൊന്നിച്ച് പോകാൻ തീരുമാനിച്ചു. ഹരേ കൃഷ്ണ.